ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ അമ്മ ഒരു 7 months കഴിഞ്ഞിട്ട് വരുന്ന ദിവസമാട്ടോ. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ്. ഇത് കൊടുത്തിട്ട് സർപ്രൈസ് ആവോ ഇല്ലേ എന്നൊക്കെ നോക്കാം. എന്തായാലും ഞാൻ വേഗം കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് വരാം. അമ്മേനെ എടുക്കാൻ റെഡിയാണോ? സമയം എന്തേ? 3. എത്ര മണിക്കാ ലാൻഡ് ചെയ്യേ? 5 മണി. 5:30 ആവില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഗൈസ്, നമ്മുടെ പാലിയേക്കര ടോളിൽ ഒരാഴ്ചയായിട്ട് ടോള് പിരിക്കുന്നില്ല എന്ന് കേട്ടു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്ക് കണ്ടറിയാട്ടോ. ഇതൊക്കെ തുറന്നിട്ടേക്കല്ലേ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആരുമില്ല, ടോളുകാരും. അങ്ങനെ നമ്മള് ആദ്യമായിട്ട് ടോളില്ലാണ്ട് കടന്നു ഗൈസ്. അപ്പൊ നമ്മള് എയർപോർട്ടെത്തി. നമ്മൾ ഭയങ്കര പെട്ടെന്ന് എത്തി ഗൈസ്. ടോൾ ഉണ്ടായിരുന്നില്ല, പിന്നെ റോഡൊക്കെ വരുമ്പോ വളരെ മോശമാണ്. അപ്പൊ നമ്മൾ ഇഷ്ടം പോലെ 1 മണിക്കൂറിലെത്തി. സാധാരണ 1.5 to 2 മണിക്കൂർ. ട്രാഫിക് ഒക്കെ 2 മണിക്കൂർ എന്തായാലും എടുക്കേണ്ടതാണ്. പെട്ടെന്ന് എത്തി. അപ്പൊ നമ്മൾ ലാവിഷായിട്ട് പോയിട്ട് ചായ കുടിച്ചു. അച്ഛൻ്റെ മറ്റേ ഫ്ലൈറ്റ് റഡാർ 24 പ്ലെയിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാലോ, അത് നോക്കുകയാണ്. കണ്ടില്ലേ? നമുക്കൊരു പണിയും കൂടി ഉണ്ട്. അത് അമ്മ വരുന്നതിന്റെ അമ്മതിലാണ്. എന്നാ ടൈമിങ് വരുന്ന പോലെ കാണാൻ പറ്റി. നമുക്കൊരു ചെറിയ ഒരു കാര്യം കൂടി ഉണ്ട്. അമ്മയുടെ ഈ ബൊക്കെ നമുക്ക് റെഡിയാക്കണം. ഇത് ടൈ ചെയ്യാനുള്ള എന്താ പറയാ, ഈ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഈ റോസ് 3 ടൈ ചെയ്യണം. ഇത് അച്ഛൻ കൊടുക്കൂലേ? ഇത് ഞാൻ കൊടുക്കാം. ഇത് അച്ഛൻ കൊടുത്തു. അമ്മ താഴെ നോക്ക്, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ അതാ KSRTC കൂടി വേണം ഇതേപോലെ ലൈവ് ട്രാക്കിംഗ് ഒക്കെ. അപ്പൊ ഇത് ഞാനൊന്ന് കെട്ടേട്ടാ. റോസ് നമുക്ക് ഞാൻ അധികം വിരിയാത്ത റോസ് നോക്കി മേടിച്ച്, എന്നുവെച്ചാ ഇന്നത്തെയും കൂടി നിക്കണ്ടേ. അമ്മ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിക്കില്ല. അമ്മ ആദ്യമായിട്ടല്ല ഒറ്റക്ക് വരണേ. പോയത് ഒറ്റയ്ക്കാണെങ്കിലും ഒരു ചെറിയ കൂട്ടുണ്ടായിരുന്നില്ലേ? നോക്കി വന്നാ മതി, പേടിക്കാനൊന്നുമില്ല. അമ്മ പിന്നെ ഒരു ധൈര്യവതി ആയോണ്ട് വിഷയല്ല. നമ്മളിത് കെട്ടാണ്. ഉറക്കൊന്നും ഇല്ലാണ്ട് കിറങ്ങിയടിച്ചിട്ടായിരിക്കും അമ്മ വരിക. നമ്മള് നല്ല ചായ പിടിച്ച് ഫ്രഷാക്കി ഞങ്ങള്. ഓക്കെ, കെട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് അച്ഛൻ കൊടുക്കും, ഇത് ഞാൻ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ കൊടുക്കാൻ പോണത്. അപ്പൊ ഇതില് 16 ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഒരുവിധപ്പെട്ട ഓർമ്മകളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടാ, നമ്മുടെ ഐസു, ഇവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവൻ വരുമ്പോ വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ ഇതാ നമ്മുടെ ആൽബം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഈ വീട് എത്തണ വരെ ഇതെല്ലാം ഇരുന്ന് കാണാം. അപ്പൊ അമ്മ സർപ്രൈസ് ആവോ ഇല്ലേ എന്നൊക്കെ നോക്കാം. നമ്മളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് നടന്നു. അച്ഛൻ ബൊക്കെ കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ കൂടെ പറഞ്ഞു തള്ളിട്ടോ. പക്ഷെ അമ്മ ആ വഴി വന്നപ്പോഴേക്കും സൈഡിൽ ഒളിച്ചിരുന്ന് എന്നെ പോലും അവിടെ കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ റോസൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി, ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എയർപോർട്ടിന്റെ അവിടെ എല്ലാവരും ഭയങ്കര ഹറി പറയുന്നു. അവിടെ അധികം നിന്ന് നമുക്ക് സംസാരിക്കാനോ വീഡിയോ എടുക്കാനൊന്നും പറ്റുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കായാലും അമ്മേനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നാൾക്ക് ശേഷം കാണുമല്ലേ. അമ്മയാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പിലാണ് അവിടെ നിന്ന് വന്നേ. പിന്നെ ഞങ്ങൾ നേരെ ഫ്രഷ് ആയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ച് ട്രോളി ബാഗ് ആയിട്ട് പോയിട്ടോ. അപ്പൊ എന്റെ സർപ്രൈസ് ഞാൻ കാറിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാന്നാണ് വിചാരിച്ചത്. വലിയ ആവേശത്തിൽ ഞാൻ അമ്മയുടെ ട്രോളിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഉന്തലും ഉന്തിപ്പോഴാണ് മനസ്സിലായത് അത് നമ്മളെ കൊണ്ട് താങ്ങണ പണിയൊന്നുമല്ല. നമ്മുടെ കാർ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കണം. അങ്ങോട്ട് പോവാം. ഈ പെട്ടി വിചാരിക്കണ പോലെ ഒന്നല്ല കേട്ടാ. നമ്മള് വിചാരിക്കണ പോലെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ സാധനം. നല്ല വെയിറ്റ് ഉണ്ട്.
നമ്മുടെ ലൈന സീബ്ര ക്രോസ്, നമ്മുടെ അവകാശം സീബ്ര ക്രോസ്. അച്ഛപ്പുറത്തല്ല, ഇതന്നെ ഇതന്നെ. അത് എപ്പോഴും കാറ് കാണുമ്പോൾ വിചാരിക്കും എല്ലെടുക്കണമെന്ന്, പിന്നെ മറക്കും. അത് വൃത്തിക്ക് തന്നെ എടുക്കണ്ട, അതായത് ഒട്ടിപ്പൊക്കെ കാണും. ഐറ്റംസ് ഒക്കെ ഇടണ്ട. അമ്മക്ക് ചായ വേണല്ലേ? ചായ എന്തെങ്കിലും കഴിക്കാൻ വിശന്ന് പൊരിഞ്ഞിരിക്കുക. This is for you. Thank you. My God, time spent with you is most precious. ഈ ഹാൻഡിൽ കണ്ട, ആ ഹാൻഡിൽ തിരിക്കി അല്ല ഇപ്പുറത്തോട്ട് ഓപ്പോസിറ്റ്. ഇഷ്ടായ? അപ്പൊ ഏറ്റു സർപ്രൈസ് ഏറ്റു ഗൈസ്. ഇനി അച്ഛ പഠിക്കല്ലേ? ഓക്കെ. വീട്ടിലെത്തി, അമ്മ ബാക്കിലുണ്ട്, ചായ ഒക്കെ കുടിക്കാൻ പോവാണ്. എയർപോർട്ടിൽ വെച്ച് വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ 2 ബസ്സൊക്കെ പോയിട്ട് എന്താ പറയാ വെയിറ്റുള്ള പെട്ടികളൊക്കെ ഉണ്ട്. ഇത് തുറന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നോക്കണം. അത് ഞാൻ വഴിയെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാട്ടാ. അപ്പൊ ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ. അപ്പൊ ഓക്കെ, ബൈ.